ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വടക്കേക്കറാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പറമ്പിൽ നമ്മൾ പല കൃഷികൾ ചെയ്യും. അതിനകത്ത് വാഴക്കൃഷികളും തീർച്ചയായിട്ടും നമ്മുടെ പറമ്പിൽ ഉണ്ടാവാതെ വരത്തില്ലല്ലോ. എല്ലാവർക്കും നിസ്സാര പരിചയമുള്ളൊരു കാര്യമാണ് നമ്മുടെ പുരയിടത്തിൽ നിൽക്കുന്ന വാഴ. ആ വാഴയുടെ വാഴ കൂമ്പ്, അതിൻ്റെ കുല വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പിണ്ടി, ഇത് മൂന്നും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നമ്മൾ ആദ്യം എന്താണ് എടുക്കുന്നത്? അതിൻ്റെ കൂമ്പ്. ദേ കണ്ടോ, ഇത് ആ വാഴയിൽ നിന്ന് ആദ്യം കിട്ടുന്നൊരു സാധനം ഇതാണ് വാഴക്കൂമ്പ്. ഈ ഒരു വാഴക്കൂമ്പിന് ഒരുപാട് ഗുണമുണ്ട്. പക്ഷേ നമ്മളിത് തോരൻ വയ്ക്കാനും മറ്റുമായിട്ട് നമ്മൾ വാങ്ങുമ്പോഴൊരു കടയിൽ നിന്ന് വാങ്ങുമ്പോൾ 100 രൂപ വരെ നമ്മുടെ ഇന്ന് വില ഈടാക്കുന്ന പല കടക്കാരുമുണ്ട്. പക്ഷെ നമ്മുടെ വാഴയിൽ കുലച്ചു വന്ന കൂമ്പൊടിച്ചെടുത്ത് ഉപയോഗിക്കാൻ ചിലപ്പം നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഈ കൂമ്പ് തോരൻ വെച്ച് എത്ര വൃത്തിയായിട്ട്, എത്ര സുഖകരമായിട്ട്, ഒരാരോഗ്യ പ്രശ്നവും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ കൃഷി ചെയ്യുന്ന ജൈവവളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല. ഇത് നാര് ഇഷ്ടം പോലെ അടങ്ങിയ ഒരു സാധനമാണ് ഭക്ഷണത്തിൽ. പിന്നെ നമ്മൾ കുല വിളയണം. കുല വിളയുമ്പോൾ നമ്മൾ ആ കുല എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ വിൽക്കുന്നവരാണെങ്കിൽ വിൽക്കുന്നു. അത് കഴിഞ്ഞ് ആ വാഴ നമ്മൾ വെട്ടുന്നു. വാഴ വെട്ടിക്കളഞ്ഞാൽ അതിൻ്റെ വാഴപ്പിണ്ടി, അതായത് പാളയംകോടൻ വാഴയുടെയും ഏത്ത വാഴയുടെയും പിണ്ടി നമുക്ക് ഒരുപാട് കറികൾക്ക് ഉപയോഗിക്കാൻ കഴിയും. അത് വളരെ നല്ല രുചികരമായൊരു സാധനമാണ്, വളരെ നാരുള്ളൊരു സാധനമാണ്. എല്ലാ വാഴയുടെയും പിണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിലും ഇത് രണ്ടും നമുക്ക് കഴിയും. നമ്മുടെ വിളവെടുക്കുന്ന സമയത്തിന് മുൻപ് തന്നെ കൂമ്പൊടിച്ച് ആ സാധനം നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഇന്നത്തെ അന്യായ വിലയ്ക്കെന്ന് മാത്രമല്ല, അന്യായ രാസവളം ചെയ്ത് അന്യ സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന എന്തുമാത്രം പച്ചക്കറി വാങ്ങിച്ചാൽ നമ്മൾ തിന്ന് അന്യ രോഗികളായി പോകുന്നത്. നമുക്കില്ലാത്ത രോഗങ്ങളൊന്നുമില്ല. അത് നമ്മുടെ മാത്രം തെറ്റാണ്. നമുക്ക് കുറച്ച് പറമ്പുകളുണ്ട്, കുറച്ച് വാഴയെങ്കിലും വെച്ചിട്ടുണ്ട്. ആ വാഴയൊക്കെ കുലച്ചോ എന്ന് വല്ലപ്പോഴുമെങ്കിലും നമ്മൾ പോയി ഒന്ന് ശ്രദ്ധിച്ചിട്ട്, അത് കുലച്ചെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ശ്രദ്ധിക്കണം. അത് അത്യാവശ്യമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും അത് വാഴ കുലച്ചെങ്കിൽ അതിൻ്റെ ഇതുപോലെ കൂമ്പുകൾ ഒടിച്ചെടുത്തിട്ട് അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് അത് ഭക്ഷണത്തിന് ഉപയോഗിക്കുമ്പം എത്രമാത്രം ഗുണപ്രദമാണ്. നമ്മുടെ അയൽ വീട്ടുകളിലെങ്കിലും ഇതുപോലെയുള്ള സാധനങ്ങൾ കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും വാങ്ങി നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ പക്ഷേ ആവശ്യപ്പെടാറില്ല, നമ്മൾ പോയി എടുക്കാറില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.